ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഐന എഴുതുന്ന ജാതകം എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ്. മേഘയുടെയും സിദ്ധാർത്ഥിൻ്റെയും ആത്മാവിലലിഞ്ഞ അനന്തമില്ലാത്ത അനുരാഗത്തിൻ്റെ മനോഹരമായ പ്രണയകഥ ജാതകം. ജാതകം രചന ഐൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. ഐസിങ് ചെയ്തു കഴിഞ്ഞ കേക്കിന്റെ അവസാനവട്ടം മിനുക്കുമണിയിലായിരുന്നു മേഘ. മേഘ, ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. അസ്നത്തെയാണ്. ആ, ദാ വരുന്നിത്താ. ഇന്ന് വൈകുന്നേരത്തെ ബർത്ത്ഡേ പാർട്ടി കൊടുക്കാനുള്ള കേക്കാണ്. 5 മണിയാകുമ്പോൾ കേക്ക് കൊണ്ടുപോകാൻ ആള് വരും. വാളിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 3:30 കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നേരത്തെ പോകണമെന്ന് ഹസ്നയെ മേഘ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 7-ത്തെ ഉത്സവമാണ്. 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ അവസാന ദിവസം. നാട്ടിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് ഏഴിലം തറവാട്ടിലെ ഉത്സവം. മാണിയങ്കരയിലെ പ്രശസ്തരായ തറവാട്ടുകാരാണ് ഏഴിലങ്കാർ. സ്വന്തമായി ബസ് റൂട്ട്, തിയേറ്റർ, സിറ്റിയിൽ തന്നെ വലിയൊരു ഷോപ്പിംഗ് മാള്, കൂടാതെ ഏക്കർ കണക്കിന് ഭൂസ്വത്തും. അവരുടെ ടൗണിലെ മാളിലെ സ്വീറ്റ് കേക്ക് ഷോപ്പ് ഹസ്നയുടേതാണ്. അവിടെ ജോലി ചെയ്യുകയാണ് മേഘ. മേഘയുടെ ഇരട്ടകളായ അനിയത്തിമാർ അപ്പു അമ്മു ഒക്കെ സ്കൂൾ പോലും കളഞ്ഞ് ഈ 5 ദിവസം അമ്പലപ്പറമ്പിൽ തന്നെയായിരുന്നു. അവരുടെ കാര്യം മാത്രമല്ല, ആ നാട്ടിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. കയ്യിലുള്ള കേക്കിന് സംതൃപ്തിയോടെ നോക്കി അവൾ അത് ഷോപ്പിലെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് ഹസ്നയുടെ അടുത്തേക്ക് നടന്നു. ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഒരു വെഡിങ് കേക്കിന് ഓർഡർ തരാൻ വേണ്ടി വന്നതാണ് അവർ. കളറും തീമൊക്കെ മേഘ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. ഡിസൈൻ മേഘയുടെ ഇഷ്ടത്തിന് ചെയ്തോളാൻ അവർ പറഞ്ഞു. ഏതോ കല്യാണത്തിന് മേഘ ചെയ്തു കൊടുത്ത കേക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതായിരുന്നു അവർ. അവർ പോയി കഴിഞ്ഞപ്പോൾ മേഘ ഹസ്നയുടെ അടുത്തേക്ക് ചെന്നു. ഇനി ഞാൻ പോയിക്കോട്ടെ? നേരായോടാ, നീ കൂടെ പോയി കഴിഞ്ഞാൽ ഞാനിവിടുന്ന് ബോറടിക്കും. പിള്ളേരിപ്പോ വരില്ലേ, അപ്പൊ ഈ ബോറടിയൊക്കെ മാറും. ഹസ്നയുടെ താടിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചുകൊണ്ട് മേഘ പറഞ്ഞു. ഹസ്നയുടെ ഭർത്താവ് സുബൈർ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. 2 മക്കളാണ് അവർക്ക്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അജ്മലും 7ാം ക്ലാസ്സുകാരിയായ ഐഷയും. ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഹസ്നയെ സുബൈർ കല്യാണം കഴിക്കുമ്പോൾ ജോലിക്ക് വിടാന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞോടുകൂടെ സുബൈറിന്റെ ഉമ്മയായ പാത്തുമ്മയുടെ സ്വഭാവം അങ്ങോട്ട് മാറി. ഹസ്നയെ വെറും ഒരു അടുക്കളക്കാരിയായി തളച്ചിടാനായിരുന്നു അവർക്ക് താല്പര്യം. ഹസ്ന ജോലിക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച് സുബൈർ അതിന് പിന്തുണയും പ്രഖ്യാപിച്ചു. പക്ഷെ പാത്തുമ്മ ഒട്ടും തന്നെ സമ്മതിച്ചില്ല. അവസാനം ഉമ്മയും മകനും വഴക്കാവുമെന്ന് തോന്നിയപ്പോൾ ഹസ്ന തന്നെയാണ് ജോലി എന്ന മോഹം ഉപേക്ഷിച്ച്. കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ പത്തേക്കൊന്ന് ഒതുങ്ങി. ജോലി തിരഞ്ഞെടുന്ന് മതിയായപ്പോൾ സുബൈറിന്റെ സഹായത്തോടെ ഹസ്ന സ്വന്തമായിട്ട് ഒരു കേക്ക് ഷോപ്പ് തുടങ്ങി. പഠനമൊക്കെ കഴിഞ്ഞ് കരാറടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മേഘയുടെ വർക്ക് കഴിഞ്ഞ് മറ്റൊരു ജോലിക്കായി തിരഞ്ഞെടുത്തിരുന്ന സമയമായിരുന്നു അത്. ഏഴിലങ്കാരുടെ ബസ്സിലെ ഡ്രൈവറായിരുന്ന അച്ഛൻ സുധാകരനാണ് നന്നായി കേക്കൊക്കെ ഉണ്ടാക്കിയിരുന്ന മേഘയോട് ഹസ്നയുടെ കടയിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. വെറുതെ ഇരിക്കുന്നതിലും ഭേദം ഒരു ജോലി ശരിയാകുന്ന ഒരു ഹസ്നയുടെ കടയിൽ പോകാമെന്ന് മേഘയും തീരുമാനിച്ചു. ഹസ്നയോട് യാത്രയും പറഞ്ഞ് വേഗമെടുത്ത് മേഘ മാളിൽ നിന്ന് വേഗം ഇറങ്ങി നടന്നു. 3:45 മാണിയങ്കരയിലേക്ക് നേരിട്ട് 7-ത്തെ ബസ്സുണ്ട്. അത് കിട്ടിയാൽ നേരിട്ട് നാട്ടിൽ തന്നെ ചെന്ന് ഇറങ്ങാം. അല്ലെങ്കിൽ 2 ബസ് മാറി കയറേണ്ടി വരും. മേഘ ബസ് സ്റ്റോപ്പിലെത്തിയതും 7-ത്തെ ബസ് വന്നിന്ന് ഒരുമിച്ചായിരുന്നു. അച്ഛനല്ല ഡ്രൈവർ. അച്ഛൻ ഈ റൂട്ടല്ല. സ്കൂൾ ടൈം ആയതിനാൽ നല്ല തിരക്കുണ്ട്. പിള്ളേരൊക്കെ നിൽക്കുകയാണ്. സീറ്റുകൾ കാലിയായി കിടക്കുന്നുണ്ട്. മേഘ ഒരു സീറ്റിൽ ചെന്നിരുന്നപ്പോഴേക്കും 2-3 ബാഗുകൾ ഒരുമിച്ച് മടിയിലേക്ക് വീണു. മുഖമുയർത്തി നോക്കിയപ്പോൾ 2-3 കുട്ടികൾ ചിരിച്ചു കാണിക്കുന്നുണ്ട്. പാവങ്ങൾ, താനും ഇങ്ങനെ എത്രയോ പോയിരിക്കുന്നു. അവളാരോട് തിരിച്ചും ചിരിച്ചു. സൈഡ് സീറ്റിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുമ്പോഴാണ് പുറത്താരോ തട്ടിയത്. ജിനി. തട്ടിയ ആളെ കണ്ടപ്പോൾ മേഘ ചിരിയോടെ വിളിച്ചു. മേഘയുടെ അപ്പച്ചിയുടെ മകളാണ് ജിനി. അവൾ മേഘയുടെ അടുത്തേക്ക് ഇരുന്നു. ഞാൻ പുറകിലുണ്ടായിരുന്നു. മേഘച്ചിക്കാരെന്ന് ഞാൻ കണ്ടിരുന്നു. ഇന്ന് നിന്റെ ക്ലാസ് നേരത്തെ കഴിഞ്ഞോ? ഉത്സവല്ലേ, അതുകൊണ്ട് നേരത്തെ പോന്നാ. ഞാനും അതെ, ഉത്സവം കാരണം നേരത്തെ കടയിൽ നിന്ന് പോന്ന്. അത് നന്നായി. ഞാൻ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് കോളേജിൽ പോകുള്ളൂ. മറ്റന്നാൾ ജീവേട്ടം വരില്ലേ, ഏട്ടനത് 2 ദിവസം അടിച്ചു പൊളിക്കണം. ജിനി അത് പറഞ്ഞപ്പോൾ മേഘയുടെ മൊത്തം നാണത്തിൽ കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. കള്ളി, ജീവേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ചുവന്നെടുത്തേണ്ടില്ലേ? ജിനി മേഘയുടെ കവളിൽ പിടിച്ച് വലിച്ചു. ഒന്ന് പോ ജിനി. മേഘ തന്റെ നാണം മറക്കാൻ വേണ്ടി പുറത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ മനസ്സിൽ അന്നേരം മുഴുവൻ ജിനിയുടെ ഏട്ടൻ ജീവനായിരുന്നു. മേഘയുടെ സ്വന്തം ജീവൻ. ജീവേട്ടൻ പോയിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നേ ഉള്ളൂ. മേഘയുടെ അച്ഛൻ സുധാകരന്റെ ഒരേ ഒരു പെങ്ങൾ വസുമതിയുടെ മകനാണ് ജീവൻ. ജീവന് താഴെ ജിനി. മേഘയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ജിനിയുടെയും ജീവന്റെയും ഒക്കെ വീട്. സുധാകരന് തീരെ താല്പര്യമില്ലാത്ത വിവാഹമായിരുന്നു വസുമതിയുടേത്. വസുമതി ഒറ്റക്കാലിൽ നിന്ന് വാശി പിടിച്ചിട്ടാണ് രാഘവനുമായുള്ള വസുമതിയുടെ വിവാഹം സുധാകരനും സുധാകരന്റെ അച്ഛനും ചേർന്ന് നടത്തിക്കൊടുത്ത്. വസുമതിയുടെ ഭർത്താവ് രാഘവൻ നല്ലൊരു മദ്യപാനിയാണ്. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ അവരോട് താല്പര്യമില്ലാത്തത്. ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയിരുന്ന അവരുടെ ബന്ധം രാഘവന്റെ അമിത മദ്യപാനം മൂലം വസുമതിക്ക് അസഹ്യമായി തുടങ്ങി. ഉണ്ടായിരുന്ന ചെറിയ വീടും പറമ്പും വസുമതിയുടെ അച്ഛൻ കൊടുത്ത സ്വത്തുക്കളും കൂടെ രാഘവൻ വിറ്റുതുളച്ചതോടെ വസുമതി കരഞ്ഞു വിളിച്ചു ആങ്ങളയുടെ അടുത്തേക്ക് എത്തി. പെങ്ങളുടെ കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞ സുധാകരൻ തന്റെ അച്ഛൻ തനിക്കായി തന്ന ഷെയറിൽ നിന്ന് കുറച്ച് സ്ഥലം വസുമതിക്ക് നൽകി. അതിൽ ചെറിയൊരു വീട് വെക്കാൻ സഹായിക്കുകയും ചെയ്തു. മര്യാദരാമനായി രാഘവൻ വസുമതിക്കൊപ്പം ആ വീട്ടിൽ താമസിച്ചു തുടങ്ങി. ജോലിക്കൊക്കെ പോകുമെങ്കിലും 3/4 ഭാഗം കള്ളുഷാപ്പിൽ തന്നെയാണ് രാഘവൻ കൊണ്ടുകൊടുക്കാറ്. ജീവനെയും ജിനിയെയും പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ വസുമതിയെ സഹായിച്ച് സുധാകരൻ തന്നെയായിരുന്നു.
ആ ഒരു കടപ്പാട് വസുമതിക്കും മക്കൾക്കും സുധാകരനോടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ വസുമതിയാണ് ജീവന്റെയും മേഘയുടെയും കാര്യം പറഞ്ഞു വെച്ചത്. സുധാകരൻ ആ ബന്ധത്തോട് വലിയ താല്പര്യമില്ലെങ്കിലും വളർന്നു കഴിഞ്ഞ് ജീവനും മേഘയും തമ്മിൽ അടുപ്പമുണ്ടെന്ന് തോന്നിയപ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കേണ്ടെന്ന് അയാളും കരുതി. ഡിഗ്രിയും PGയും കഴിഞ്ഞ് തേരാപാരം നടന്നിരുന്ന ജീവനെ ഗൾഫിലേക്ക് പോകാൻ സഹായിച്ച സുധാകരൻ തന്നെയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ജീവന് നല്ല ജോലി തന്നെ ഗൾഫിൽ കിട്ടി. പണി തീരാത്ത വീട് ഒന്നുകൂടെ വലുതാക്കി പുതുക്കി പണിതു. വീടിനോട് ചേർന്ന് കുറച്ചുകൂടെ പറമ്പ് വാങ്ങി. ചുറ്റുവേലി മാറി മതിലും ഗേറ്റുമായി. ഒരു സെക്കൻഡ് ഹാൻഡ് കാറും കൂടി വാങ്ങി. മൊത്തത്തിൽ അവരുടെ വീടിന്റെയും ജീവിതത്തിന്റെയും നിലവാരം തന്നെ ആകെ മാറി. അന്ന് ഇതുപോലെ ഉത്സവ നാളുകളിൽ ഒരു ദിവസമാണ് ജീവൻ ഗൾഫിലേക്ക് പോയത്. മേഘ ഓർത്തു. തന്നെ പിരിയാൻ ജീവേന് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. കരഞ്ഞു കലങ്ങിയ ചുവന്ന മിഴികളുമായി തന്നിൽ നിന്ന് നടന്നു നീങ്ങുന്ന ജീവന്റെ മുഖം ഇപ്പോഴും മിഴിവോടെ മേഘയുടെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. ഗൾഫിലെത്തി കുറേ നാളൊക്കെ സ്ഥിരം വിളിച്ചിരുന്നു. പിന്നെ ജോലി തിരക്കൊക്കെ മൂലം വിളികളുടെ എണ്ണമൊക്കെ പതിയെ കുറഞ്ഞു വന്നു. പക്ഷെ അതിൽ മേഘക്ക് പരിഭവമൊന്നുമില്ല. ഇനിയിപ്പോൾ നാട്ടിലെത്തുമല്ലോ, അപ്പൊ ഇഷ്ടം പോലെ കാണുകയും സംസാരിക്കുകയും ചെയ്യാലോ. ഈ വരവിൽ തന്നെ കല്യാണം നടത്തണമെന്ന് വീട്ടിലൊരു സംസാരം നടക്കുന്നുണ്ട്. ചേച്ചിയുടെ ഏത് ലോകത്താ? ദേ സ്റ്റോപ്പെത്തി, ഇറങ്ങ്. ജിനി മേഘയുടെ തോളിനിട്ടൊന്ന് തട്ടി. ബസ് സ്റ്റോപ്പ് എത്തിയൊന്നും അറിയാതെ താൻ ഇത്രയും നേരം ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണെന്ന് മേഘക്ക് അപ്പോഴാണ് മനസ്സിലായത്. തെളിഞ്ഞ ജാളിതയോടെ അവൾ ചുറ്റുമോ നോക്കി ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി. അവരെ കൂടാതെ വേറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഇറങ്ങാൻ. ഉത്സവം കാരണം എല്ലായിടത്തും തോരണങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിനടുത്ത് പൂ വിൽക്കുന്ന ചേച്ചിയുടെ അടുത്ത് പോയി മേഘ അമ്പലത്തിൽ പോകുമ്പോൾ ചൂടാനായി കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു. പൂ വിൽപ്പനയൊന്നും എപ്പോഴും ഇല്ല. ഇപ്പോൾ ഉത്സവമായത് കാരണം കച്ചവടക്കാർ വന്നിരിക്കുകയാണ്. അപ്പു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ പൂ വാങ്ങണമെന്ന്. അവർക്ക് പൈസയും കൊടുത്ത് വാഴയിലയിൽ പൊതിഞ്ഞ പൂവുമായി മേഘ ജിനിയോടൊപ്പം വീട്ടിലേക്ക് നടന്നു. അമ്പലത്തിലെ ശബ്ദമൊക്കെ വളരെ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ആളുകൾ അമ്പലത്തിലേക്ക് പോകുന്ന കാഴ്ചയും കാണുന്നുണ്ട്. വീട്ടിൽ ചെന്നൊന്ന് കുടിക്കാനുള്ള നേരം പോലും ഉണ്ടാവുമോ എന്തോ. മേഘ ജിനിയും കൂട്ടി വേഗം വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മയടക്കം എല്ലാവരും കാത്തു നിൽപ്പുണ്ട്. അപ്പു വേഗം വന്ന് മേഘയുടെ കയ്യിൽ നിന്നും പൂ വാങ്ങി. അപ്പുവാമ്മും കൂടി അത് പകുത്ത് തലയിലേക്ക് വെച്ചു. വേഗം കുളിച്ച് ചെറുതായി ഒന്നൊരുങ്ങി അമ്പലത്തിലേക്ക് പോകാനായി മേഘ ഇറങ്ങി. സുമതി, നീ വരണില്ലേ? മതിലിനപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് അമ്മയെ ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഓ, എനിക്ക് നടക്കാൻ വയ്യ, ആ പയ്യൻ വരും, അവൻ്റെ ഒപ്പം കാരണങ്ങ് വന്നോളാം. സുമതി അപ്പച്ചിയുടെ ശബ്ദാശരീരി പോലെ മതിലിനപ്പുറത്ത് നിന്നും വന്നു. ജീവേന്റെ വീട്ടിലെ കാർ ഓടിക്കാൻ ഒരു പയ്യനെ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ അവൻ വന്ന് കാർ എടുക്കും. ഓ, അവളെ ഒരു പവർ. അവളിനി ഭൂമിയിൽ കാലി ചവിട്ടില്ലായിരിക്കും, ഇത്തിരി ദൂരം നടക്കുന്നതിനാ. അമ്മയ്ക്ക് സുമതി പറഞ്ഞ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പൊന്നമ്മേ, ഒന്ന് പതുക്കെ പറ, അപ്പച്ചി കേൾക്കും. വാ പോവാ. മേഘ അമ്മയും അനിയത്തിയും കൂട്ടി അമ്പലം ലക്ഷ്യമാക്കി നടന്നു. മേളം കൊട്ടി കയറുകയാണ്. ഏഴിലങ്കാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും മുന്നിലായി അവർ നിൽക്കുന്നുണ്ട്. കാഴ്ച കാണാനുള്ള സൗകര്യത്തിനായി മേഘ അനിയത്തിമാർക്കൊപ്പം ആൽത്തറയിലേക്ക് കയറി നിന്നു. ദേ ചേച്ചി, ഏഴിലത്തെ ആ ചേട്ടനും ചേച്ചി എന്ത് ഭംഗിയ രണ്ടാളെയും കാണാൻ. അമ്മു കൈ ചൂണ്ടിയിടത്തേക്ക് മേഘം നോക്കി. ഏഴിലത്തെ ഒരേ ഒരു അവകാശിയായ സിദ്ധാർത്ഥും അവന്റെ അരികിലായി അവനോട് ചേർന്ന് നിൽക്കുന്ന സിദ്ധാർത്ഥിന്റെ അച്ഛൻ പെങ്ങളുടെ മകൾ വൈദേഹിയും. ആ ചേച്ചി കാണാൻ എന്ത് രസമല്ലേ ചേച്ചി, മുടിയൊക്കെ കണ്ടില്ലേ? എന്റെ പൊന്നു മോളെ, ആരെ കണ്ടാലും ഇങ്ങനെ വായി നോക്കി നിൽക്കല്ലേ, മനുഷ്യരെ കണ്ടിട്ടില്ലാത്ത പോലെ. മേഘ അമ്മുവിനെ ഒന്ന് ശാസിച്ചു. അവളോട് അങ്ങനെ പറഞ്ഞെങ്കിലും മേഘ അവരെ ഒന്ന് ശ്രദ്ധിച്ചു. എന്തോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് രണ്ടുപേരും. ഏഴിലത്തെ പരമേശ്വരനും പെങ്ങൾ കല്യാണിക്കും ഒരേ സമയത്ത് തന്നെ ഉണ്ടായ 2 മക്കൾ. അടുത്തന്നെ അവിടെ കല്യാണം ഉണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടിരുന്നു. വൈദേഹി അതിസുന്ദരിയാണ്. സിദ്ധാർത്ഥിന് നന്നായിട്ട് ചേരും. അവരെ തന്നെ നോക്കി നിൽക്കെ മേഘ ഓർത്തു. കുറച്ചേരം അവിടെ നിന്ന് മേളമൊക്കെ കണ്ടു കഴിഞ്ഞ് മേഘ അപ്പുവിനെയും അമ്മുനെയും കൂട്ടി കച്ചവടക്കാരുടെ അടുത്തേക്ക് നടന്നു. കയ്യിൽ എത്ര സാധനങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ അമ്പലപ്പറമ്പിൽ തെണ്ടി തിരിഞ്ഞടന്ന് ഓരോന്ന് വാങ്ങിക്കുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. അപ്പു അമ്മ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടുന്നുണ്ടെങ്കിലും മേഘ വെറുതെ ഓരോന്ന് നോക്കുന്നതേയുള്ളൂ. അപ്പോഴാണ് അവിടെ കണ്ണുകൾ കരിവളയിലേക്ക് എത്തി നിന്ന്. കരിവള പണ്ടേ ജീവനാണ്. ഇപ്പൊ കുറെ കാലമായിട്ട് ഇടാറൊന്നുമില്ല. ജോലിക്ക് പോകുമ്പോൾ കുപ്പിയോടെ ഇട്ട് പോകുന്ന ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കിട്ടിയിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഇതും കിലുക്കിക്കൊണ്ട് ചെന്ന പിള്ളേർ കളിയാക്കും. പിന്നെ ഇങ്ങനെയൊക്കെ കണ്ട കൊതിയോടെ വാങ്ങി വെക്കും. ഇടാനുള്ള സാഹചര്യമൊന്നും കിട്ടാറില്ല. മേഘ 2 ഡസനോളം കരിവളകൾ വാങ്ങി. ഇതങ്ങോട്ട് ഇടി ചേച്ചി. കയ്യിൽ പിടിച്ച് ഭംഗി നോക്കുന്നതിനിടെ അപ്പു വന്ന് വള തട്ടിപ്പറിച്ചു. അവൾ തന്നെ 2 കൈകളിലായി ഇട്ട് തരികയും ചെയ്തു. അയ്യോ, ഇത്രയും വേണ്ട അപ്പു, ആരെങ്കിലും കണ്ട കളിയാക്കും. ആര് കളിയാക്കാൻ? ചേച്ചിയുടെ കൈ ചേച്ചിയുടെ വള, കളിയാക്കുന്നവരിങ്ങോട്ട് വരട്ടെ. അമ്മുവാണ്. അല്ലെങ്കിൽ അപ്പു അമ്മു തന്റെ പോലെയല്ല. താൻ കുറച്ച് പതിഞ്ഞ സ്വഭാവക്കാരിയാണെങ്കിൽ രണ്ടും അതിന് നേരെ തിരിച്ചാണ്. അവിടേക്കാണ് തിരിയുമ്പോൾ കണ്ടു വസുമതി അപ്പച്ചി കാറിൽ വന്ന് ഇറങ്ങുന്നു. കൂടെ രാഘവ മാമനും ജിനിയുമുണ്ട്. രാഘവ മാമൻ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. കള്ളുകൂടിയൊക്കെ ഉണ്ടെങ്കിലും ഷാപ്പിൽ പോയി കുടിക്കാൻ പതിവൊന്നുമില്ല. വലിയ ബാറിലോ മറ്റോ പോയി കുടിച്ചു വരും. കയ്യിൽ ഇഷ്ടംപോലെ പൈസയുള്ളതിനാൽ തള്ളിപിടുത്തവും വഴക്കൊന്നുമില്ല. സുമതി അപ്പച്ചി വന്നിറങ്ങിയ ഉടനെ നേരെ വസന്തസേന മുതലാളിയുടെ ഭാര്യ ഹേമലതയുടെ അരികിലേക്കാണ് പോയത്. വസന്തസേനൻ മാണിയങ്കരയിലെ പണക്കാരനായ ഒരു തടിക്കച്ചവടക്കാരനാണ്. വസന്തസേന്റെ മകൾ ആവണി ചെറിയ ക്ലാസ്സിൽ മേഘയുടെ ഒപ്പം പഠിച്ചിട്ടുണ്ട്.
ഇവരൊക്കെ എപ്പോഴാ ചേച്ചി കമ്പനി ആയത്? ഹേമലതയും സുമതിയെയും നോക്കിക്കൊണ്ടാണ് അമ്മുവിന്റെ ചോദ്യം. അപ്പച്ചി ഈ നാട്ടിലെ പുത്തമ്പണക്കാരിയല്ലേ, അപ്പൊ പണക്കാരായിട്ടായിരിക്കും കമ്പനി. അതിനപ്പു മറുപടി കൊടുത്തു. അയ്യേ, നിങ്ങളിതെന്താ പിള്ളേർ ഇങ്ങനെ ചില അമ്മച്ചിമാരെ പോലെ വലിയ വർത്താനം പറയുന്നത്? മേഘ അപ്പുവിനെയും അമ്മിനെയും ശാസിച്ചു. എന്താ ഞങ്ങൾ പറഞ്ഞ ശരിയല്ലേ? അപ്പച്ചി ആദ്യമൊക്കെ ഇവരൊക്കെ അടുപ്പിക്കായിരുന്നോ? ഇപ്പൊ കണ്ടില്ലേ, അപ്പച്ചിക്ക് ഇപ്പൊ ഇത്തിരി പത്രാസം കൂടിയുണ്ട്. ചേച്ചി സൂക്ഷിച്ചോ. ജീവയുടെ കല്യാണം കഴിക്കുമ്പോൾ അപ്പച്ചി ചേച്ചിയോട് പോരെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ നിലത്തൊന്നും ഒരാളുടെ നിപ്പ്. അവർ പറയുന്നത് ശരിയാണെന്ന് മേഘക്ക് അപ്പോൾ തോന്നി. അവിടെ അരികിൽ ചെന്ന് നിൽക്കുന്ന അമ്മയെപ്പോലും അപ്പച്ചി നോക്കുന്നേ ഇല്ല. മതി മതി, വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നു. വാ, വീട്ടിലേക്ക് വാ, രാത്രി കെട്ടുകാഴ്ച കാണാൻ വരാം. മേഘ ധൃതി കൂട്ടിയപ്പോൾ പെൺകുട്ടികൾ രണ്ടുപേരും മേഘയുടെ പിന്നാലെ നടന്നു. അവർ പോകുന്ന കണ്ടപ്പോൾ അമ്മയും ജിനിയും വരികയാണെന്ന് കൈകൊണ്ട് കാണിച്ചു. സുമതി, ഞാൻ പോവാ, നീ വരുന്നുണ്ടോ? മേഘയുടെ അമ്മ ഗീത വസുമതിയോട് ചോദിച്ചു. ഓ, ഞാനില്ല. ആ ചെറുക്കൻ കുറച്ച് കഴിയുമ്പോൾ കാറുമായിട്ട് വരും. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നോളാം. തീരെ നടക്കാൻ വയ്യുന്നേ. കുറച്ച് നടക്കുമ്പോഴേക്കും അങ്ങോട്ട് കിതക്കും. നിങ്ങൾ പൊക്കോ, കാറിൽ സ്ഥലം ഉണ്ടാവില്ല എല്ലാവർക്കും കൂടെ. അത് കേട്ടപ്പോൾ ഗീത വേഗം തിരിഞ്ഞു നടന്നു. അവരുടെ ഒപ്പം ജിനിയും. എടി വേണേ, നീ ഇത് എങ്ങോട്ടാ? അവനിപ്പോ കാറും കൊണ്ട് വരും, അപ്പൊ പോവാ. ഗീതയുടെ ഒപ്പം തുള്ളിച്ചാടി പോകുന്ന ജിനിയോട് സുമതി പറഞ്ഞു. വേണ്ടമ്മേ, ഞാൻ ഇവരുടെ കൂടെ പോയിക്കോളാം. പുറകിൽ നിന്ന് സുമതി എന്തോ പറയുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ ജിനിയോടൊപ്പം വീട്ടിലേക്ക് നടന്നു. ഗീതക്ക് സുമതിയെ പറ്റി എന്തൊക്കെയോ കുറ്റം കുറവും പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ജിനി കൂടെയുള്ളതിനാൽ ഗീത അടക്കി പിടിച്ച് നിന്നു. മേഘച്ചി, മറ്റന്നാൾ വൈകുന്നേരം ജീവേട്ടനെത്തും. നമുക്ക് എയർപോർട്ടിൽ പോവാട്ടോ. മറ്റന്നാൾ ലീവ് പറഞ്ഞേക്കണേ. നടന്നു പോകുമ്പോൾ ജിനി രഹസ്യം പോലെ മേഘയുടെ ചെവിയിൽ പറഞ്ഞു. ഞാൻ വരുന്നില്ല ജിനി. പരിഭവം പോലെ മേഘ പറഞ്ഞു. അതെന്താ? ജീവേട്ട എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. വരുന്ന പോലെ നീ പറഞ്ഞിട്ടാ ഞാൻ അറിയുന്നത്. അത് പറയുമ്പോൾ മേഘയുടെ മുഖത്ത് വല്ലാതെ സങ്കടം നിറഞ്ഞിരുന്നു. ആണോ? ചേച്ചിയോട് പറഞ്ഞില്ലായിരുന്നോ? അവൾ മേഘയെ ഉറ്റുനോക്കി. ഇല്ല ജിനി, എന്നോട് പറഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നീ എന്നോട് പറഞ്ഞു, അതിനുശേഷം വിളിച്ചിട്ടുമില്ല. 2 മെസ്സേജ് എപ്പോഴും കണ്ടിരുന്നു. അത് ഞാൻ അങ്ങോട്ട് അയച്ചതിന് റിപ്ലൈ ഒന്നാ. അല്ലെങ്കിൽ ജീവേട്ടൻ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമില്ല. എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്നും പോയത്? ഇപ്പൊ പാദ്യം മറന്നോട്ടാ. ഇനി വരുമ്പോ എന്നെയും മറക്കാതിരുന്നാ മതിയായിരുന്നു. അയ്യേ, മേഘേച്ചി എന്തൊക്കെയായി പറയുന്നേ? ജീവേട്ടൻ ചേച്ചി മറക്കാനോ? നല്ല കഥയായി. എന്നാ ഈ ലോകം അവസാനിക്കും. ജിനി പറഞ്ഞപ്പോൾ മേഘ നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു. അത് അവൾക്കറിയാവുന്ന കാര്യമാണ്. ചെറുതിലെ അപ്പച്ചി എപ്പോഴും പറയായിരുന്നു മേഘ ജീവനുള്ളതാണെന്ന്. ആദ്യമൊന്നും അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. കുറച്ചുകൂടെ വലുതായപ്പോൾ അർത്ഥം മനസ്സിലായി തുടങ്ങിയപ്പോൾ ജീവനെ കാണുമ്പോൾ ഒരു നാണമായിരുന്നു. പിന്നീട് എപ്പോഴോ ജീവേട്ടനോടുള്ള ഇഷ്ടത്തിന് നിറം മാറി തുടങ്ങി. തിരിച്ചും അങ്ങനെ തന്നെ. ജോലിയില്ലാതെ നാട്ടിൽ കുറെ വിഷമിച്ച് നടന്നിട്ടുണ്ട് ജീവൻ. ആ സമയത്തൊക്കെ അച്ഛൻ സഹായിക്കുന്ന കൂടാതെ താനും തന്റെ കയ്യിലുള്ള പോക്കറ്റ് മണിയും കൊടുത്ത് കുറെ സഹായിക്കുമായിരുന്നു. തീരെ താല്പര്യമില്ലാതെയാണ് തന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിക്കുക. ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ലടി എന്ന് കൂടെ കൂടെ പറയുകയും ചെയ്യും. അവസാനമായി ഗൾഫിൽ പോകുന്നതിന് 2-3 ദിവസം മുമ്പ് ഡ്രസ്സും മറ്റും വാങ്ങിക്കാൻ പൈസ തികയാതെ എന്റെ അച്ഛനോട് ചോദിക്കാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ജീവനെ കണ്ടപ്പോൾ തന്റെ കയ്യിൽ കിടന്നിരുന്ന 2 മോതിരങ്ങളാണ് ഊരിക്കൊടുത്തത്. കുറെ നിർബന്ധിച്ചിട്ടാണ് ജീവേട്ടനത് വാങ്ങിയത്. നിന്നെ ഒരിക്കൽ പൊന്നുകൊണ്ട് മൂടുമെന്ന് പറഞ്ഞ് കലങ്ങിച്ചു വന്ന മിഴികളുമായി തന്നെ ഒരു നോട്ടം വന്ന് നോക്കിയിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. അങ്ങനെയുള്ള ജീവൻ തന്നെ എങ്ങനെയാണ് മറക്കുക? മേഘക്ക് അത് ഓർത്തപ്പോൾ തന്നെ ചിരി വന്നു. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലെന്നറിയാം. എന്നാലും സങ്കടം വരുമ്പോൾ ഓരോന്ന് പറഞ്ഞു പോവുകയാണ്. പാവം ജീവേട്ടൻ. അവിടെ ഒരുപാട് തിരക്കായിരിക്കും. അത് ഞാൻ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ ആരും മനസ്സിലാക്കാനാ? എന്നെ മാത്രമല്ലേ വിളിക്കാതിരിക്കാനും മറ്റും പറ്റുള്ളൂ. വീട്ടുകാരുടെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും എയർപോർട്ടിലേക്ക് പോകുന്നില്ലെന്ന് മേഘ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഇപ്പൊ എന്നെ കാണണ്ട, ഇങ്ങോട്ട് വരുമ്പോ എന്നെ കണ്ടാൽ മതി. മേഘ കുസൃതിയോടെ ഓർത്തു. വീട്ടിൽ പോയവർ നാമജപമൊക്കെ കഴിഞ്ഞ് രാത്രിയോടെ പിന്നെയും തിരികെ അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചു. 7 ഇലങ്കാരുടെ വക അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു. 8 തരം കറികളും 2 തരം പായസവും അടങ്ങുന്ന സദ്യ. മേഘയും അനിയത്തിമാരും സദ്യ കഴിച്ചിറങ്ങുമ്പോൾ 7 ഇലങ്കാർ 2-3 കാറുകളിലായി തിരികെ പോകുന്ന കണ്ടു. എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് വൈദേഹിയും സിദ്ധാർത്ഥും ഒരു കാറിൽ കയറിയത്. വൈദേഹിയും സിദ്ധാർത്ഥുമൊക്കെ മേഘ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഉയർന്ന ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. കണ്ടാലൊക്കെ അറിയാം, പക്ഷെ കണ്ട പോകാൻ പോലും അവർ നടിക്കില്ല. വെടിക്കെട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും ഉത്സാഹത്തിലായി. മേഘ അടക്കം എല്ലാവരും മതിമറന്ന് അത് നോക്കി നിന്നു. ആ വെടിക്കെട്ട് കഴിഞ്ഞതോടുകൂടെ ആ വർഷത്തെ ഉത്സവം അവസാനിച്ചു. മെയിൻ റോഡ് കഴിഞ്ഞ് 7 ഇലമ പ്രൈവറ്റ് റോഡുണ്ട്. അതിലൂടെ കുറച്ച് വലത്തോട്ട് പോയാൽ ഒരു വലിയ പാടശേഖരം കാണാം. അത് തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് 7 ഇലം തറവാട്. റോഡിന്റെ സൈഡിലായി ചുറ്റുമതിലിനോടുകൂടി ഒരു വലിയ ഗ്രൗണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ വേറൊരു വലിയ കൂറ്റൻ മതിൽക്കെട്ടും ഗേറ്റുകളും. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ 3 നിലയിലായി ഉയർന്നു നിൽക്കുന്ന 7 ഇലം തറവാട്. അതിൽ നിന്ന് കുറച്ച് നീങ്ങി ആ സ്ഥലത്തിന് ഒരു മതിലിന്റെ വേർതിരിവ് പോലും ഇല്ലാതെ 7 ഇലത്തിന്റെ അത്ര പ്രൗഢിയില്ലെങ്കിലും 2 നിലകളിലായി ഉയർന്നു നിൽക്കുന്ന മറ്റൊരു തറവാട് കൂടെ. അവിടെയാണ് വൈദേഹി അവിടെ അച്ഛൻ ഭൈരവനും താമസിക്കുന്നത്. മകളോടുള്ള വാത്സല്യ നിമിത്തം വൈദേഹിയുടെ അമ്മ കല്യാണിയുടെ അച്ഛൻ കല്യാണിയുടെ വിവാഹശേഷം പണിതുകൊടുത്ത സൗദ്. വൈദേഹിക്ക് 3 വയസ്സുള്ളപ്പോൾ കല്യാണി മരിച്ചുപോയെങ്കിലും ഭൈരവൻ വൈദേഹിയും കൂട്ടി ആ വീട്ടിൽ തന്നെ നിന്നു. വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ ഭൈരവനെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പരമേശ്വരനും മഹാദേവനൊക്കെ നിർബന്ധിച്ചെങ്കിലും ഭൈരവൻ അതിന് സമ്മതിച്ചില്ല. നിരനിരയായി നിർത്തിയിട്ട കാറുകളിൽ നിന്നും ഓരോരുത്തർ ആ തറവാട്ടുമുറ്റത്ത് ഇറങ്ങി തുടങ്ങി. തറവാട്ടമ്മയെ പരമേശ്വരന്റെ ഭാര്യയായ രേണുക കൈപിടിച്ചിറക്കുന്ന നേരമാണ് തറവാട്ടിൽ സഹായത്തിൽ നിൽക്കുന്ന സ്ത്രീകളിൽ ഒരുവളായ സുജാത ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് വന്നത്. എന്താ? അവരുടെ പരിഭ്രമം കണ്ട് പരമേശ്വരന് രേണുക ഒരുമിച്ച് തിരക്കി.
ബാക്കിയുള്ളവരും അവർ തന്നെ നോക്കി നിന്നു. അത് കുഞ്ഞെ, നമ്മുടെ കമലയെ കാണുന്നില്ല. തറവാട്ടിലെ സഹായത്തിൽ നിൽക്കുന്ന മറ്റൊരു സ്ത്രീയാണ് കമല. അവളെവിടെ പോയി? അറിയില്ല കുഞ്ഞെ, ഞാൻ എല്ലായിടത്തും നോക്കി, അവൾ ഇവിടെയൊന്നും കാണുന്നില്ല. സുജാത പറയുന്ന കേട്ട് എല്ലാവരും ഒന്ന് പരിഭ്രമിച്ചെങ്കിലും വൈദേഹിയുടെ മുഖത്ത് മാത്രം ഒരു ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി അവൾ എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ടിരുന്നു. അവരെവിടെ പോവാനാ? നിങ്ങളൊന്ന് മാറിക്കേ, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. പരമേശ്വരൻ തറവാട് നേരെ നടന്നുകൊണ്ട് പറഞ്ഞു. ഇല്ല കുഞ്ഞെ, അവൾ ഇവിടെ ഒന്നുമില്ല. അവൾ അങ്ങനെയൊന്നും പുറത്തു പോകുന്ന ആളുമില്ല. അതൊരു പാവം പിടിച്ച കൊച്ച. അതിനെ കാണാണ്ടായി അതിന്റെ വീട്ടുകാരോട് ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ ഈശ്വര. സുജാതന്റെ നെഞ്ചത് പതിയൊന്ന് അടിച്ചു. കമലയെ നേരത്തെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും പ്രസവിക്കാത്തതിനാൽ മച്ചിയാണെന്ന് പറഞ്ഞ ഭർത്താവിന്റെ വീട്ടുകാർ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. സ്വന്തം വീട്ടിൽ കാലിന് വയ്യാത്ത ആങ്ങളെയും ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ. വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ ആയതിനാൽ സുജാത വിളിച്ചപ്പോൾ ഏഴിലത്തെ അടുക്കളയിൽ സഹായത്തിന് വന്നാണ് കമല. അത് കഷ്ടിച്ച് 3 ആഴ്ച പോലും ആയിട്ടില്ല. വൈദേഹി അടക്കം എല്ലാവരും ആ തറവാട്ടിലും പരിസരത്തും കമലയെ തിരഞ്ഞു നടന്നു തുടങ്ങി. അവസാനം കമല കിടന്ന റൂമിൽ നിന്നും വൈദേഹിയുടെ ഉറക്കെയുള്ള വിളിയേറ്റപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് ചെന്നു. കൂട്ടത്തിൽ സുജാതയും ഉണ്ടായിരുന്നു. ദേ, നിങ്ങൾ പറഞ്ഞ പാവം പിടിച്ച കൊച്ചൊരു കത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വായിച്ചു നോക്കോ. വൈദേഹി അതും പറഞ്ഞ് സുജാതയുടെ മുഖത്തേക്ക് ഒരു കത്ത് വലിച്ചെറിഞ്ഞു. അക്ഷരാഭ്യാസമില്ലാത്ത സുജാതയുടെ കയ്യിൽ നിന്ന് സിദ്ധാർത്ഥ കത്ത് വാങ്ങി വായിച്ചു. ചേച്ചി, അവര് പോയല്ലോ. എന്തുവാ കുഞ്ഞെ പറയുന്നത്? അവൾ എങ്ങോട്ട് പോയെന്ന്? സുജാത പകച്ച മിഴികളോടെ സിദ്ധാർത്ഥിനെ നോക്കി. ഇവിടെ പാടത്ത് പണിക്കൊന്നിരുന്ന കുറച്ച് തമിഴന്മാരുണ്ടായിരുന്നില്ലേ, അതിലൊരുത്തന്റെ കൂടെ ഇതിലൊരു ശിവണന്റെ കൂടെ പോകുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. അവന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ പോകണമെന്നും ആരും അന്വേഷിച്ചു വരുന്നതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ ആ കത്ത് മൊത്തത്തിലൊന്ന് വായിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ പൊന്നു മോനെ, അവൾ അങ്ങനെയൊന്നും പോകത്തില്ല. ഈ പറയുന്നമാരിവിടെ രാവിലെ ഉച്ചക്കൊക്കെ കഞ്ഞി കുടിക്കാനായിട്ട് വരാറുണ്ട്. പക്ഷെ ഇവൾ അവരുടെ മുമ്പിൽ പോലും പോവാറില്ല. വൈകുന്നേരം ചായ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞാൽ പോലും പെണ്ണിന് നാണം കൊണ്ട് പോയില്ല. അവൾ അവന്റെ കൂടെ പോയെന്നോ എനിക്ക് തോന്നില്ല. ആ പെണ്ണിന് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് മോനെ. സുജാത പറഞ്ഞപ്പോൾ രേണുക അതേപറ്റി തന്നെയാണ് ആലോചിച്ചത്. വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും കമല നല്ല അടക്കമൊതുക്കുള്ള ഒരു പെണ്ണായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ പറഞ്ഞ തമിഴന്മാർ ഒരാഴ്ച പോലും തേച്ച് നിന്നിട്ടില്ല. ഇത്രയും കുറഞ്ഞ സമയത്തിനിടക്ക് ഇങ്ങനെ കോഡ് ഇറങ്ങിപ്പോവാൻ മാത്രം അവർ തമ്മിൽ ബന്ധമുണ്ടായെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ. രേണുക കുഞ്ഞിന് തോന്നുന്നുണ്ട് ആ കൊച്ചങ്ങനെ പോകുന്നു. സുജാത കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ രേണുക പരമേശ്വരനെ നോക്കി. സുജാതയെ തന്നെ ശ്രദ്ധിച്ചു നിന്ന വൈദേഹി സുജാതയുടെ അടുത്തേക്ക് കാറ്റുപോലെ ചെന്ന് നിന്നു. നിങ്ങളിത് എന്തായി പറയുന്നത്? അവർ തന്നെ എഴുതി വെച്ച കത്തായത്. ഇനി നിങ്ങളോട് ആരാണ് വന്ന് പറയേണ്ടത്? ഈ നാച്ചു പിടിച്ച സ്ത്രീ ആൾക്കാരെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക. വൈദേഹി എല്ലാവരുമായി പറഞ്ഞു. ആരോതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. നിങ്ങളെ ആദ്യം പറയേണ്ടത്. സ്വഭാവ ദൂഷ്യമുള്ള പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തറവാടിന് ചീത്ത പേരുണ്ടാക്കാൻ നോക്കിയിട്ട് ഇനി ഒരക്ഷരം ഇവിടെ കിടന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. പരമേശ്വര മാമേ, ആ പെണ്ണിന് വീട്ടുകാർക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് ഈ പുരുവാലം ഒഴിവാക്കുന്നത് നല്ലത്. ആ പെണ്ണെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. പരമേശ്വരൻ അതിന് സ്വയം അറിയാതെ തലയാട്ടി. വൈദേഹി വേഗം തന്നെ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും ആ കത്ത് വാങ്ങി 100,000 കഷ്ണങ്ങളാക്കി വലിച്ചെറിഞ്ഞു. നിങ്ങൾക്ക് ഇനി ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പുറത്താരോടും പറഞ്ഞു നടക്കരുത് കേട്ടല്ലോ. പോയവൾക്കല്ല, ഞങ്ങൾക്ക് നാണക്കേട്. ഇത് ഇവിടെ തന്നെ തീർത്തേക്കണം. ആജ്ഞ പോലെ വൈദേഹി പറഞ്ഞപ്പോൾ സുജാത പേടിയോടെ തലയാട്ടി. ഇവിടുന്ന് പുറത്താക്കിയാൽ തന്റെ അന്നം മുട്ടും. മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവർക്കും തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.